ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിടലും കുഴികൊണ്ടലും തുടങ്ങിയിട്ട്. ഓ സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിടലും കുഴികൊണ്ടലും തുടങ്ങിയിട്ട്. ഇനി എത്രയും വേഗം ഒരു റോം കോം ചെയ്യുക, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക. ഇല്ല, ഞാൻ എൻ്റെ പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ. അത് ടിക്കറ്റൊക്കെയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. വെരി സൂൺ. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ, ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണം എന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട. ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളെ കൂടിയാണ്. അപ്പം സെറിൻ്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും. മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നതല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ. ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അപ്പു 2 വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ട ജോഫിനോടാണ്. കാരണം കമേഴ്ഷ്യൽ സിനിമയിൽ എനിക്ക് മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ എന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിൽ വിളിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോഫിൻ. പിന്നെ കൂടെ നിന്ന ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ. അതായത് ഇത്രയും നമുക്ക് പഴയ കാലഘട്ടമുണ്ട്, പുതിയ കാലഘട്ടമുണ്ട്. ഈ 60 ദിവസത്തിനുള്ള 90 ലൊക്കേഷനാണ് ഞങ്ങൾ കവർ ചെയ്തത്. അപ്പം ഓരോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൊക്കേഷൻ പ്രെപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഹോൾ ടീം, ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം. പിന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ബേബി പണിക്കർ. പുള്ളിയായിരുന്നു ഒരു ഡയറക്ടോറിയൽ ടീമിൻ്റെ ഒരു നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യൻ. അതെ. അതേപോലെ കളറിസ്റ്റ് ലിജു പ്രഭാകർ. കാരണം ഞങ്ങൾക്ക് ഈ ഇതിൽ 2 കാലഘട്ടത്തിൽ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് ഫിലിം ലുക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സട്ടിലി അതിനെ കൊണ്ടുവരാൻ സഹായിച്ചത് ലിജുവിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ്. ഇവരെയാണ് ശരിക്കും എടുത്ത് പറയുന്നത്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ദ ഹോൾ ടീം, ഇത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ലൈക്ക് എല്ലാവരെയും പെർഫോമൻസ് എടുത്ത് പറയണമെന്നുണ്ട്. എനിക്ക് ഓരോ എണ്ണോട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു.